Yes, good afternoon. Good afternoon all and welcome to today's session. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. കണ്ടീഷണൽ സെൻറ്റൻസസ്. അപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്. മുമ്പ് യൂട്യൂബ് ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, സ്പെഷ്യൽ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ടോപ്പിക്കൊന്നുമല്ല, പക്ഷേ ഒരു അത്യാവശ്യം ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ടോപ്പിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്, ഈ ടോപ്പിക്കിൻ്റെ ഒരു റെലവൻസും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കോൺസെപ്റ്റുകളാണ്. കോൺസെപ്റ്റുകൾ എന്ന് പറയുമ്പോൾ കണ്ടീഷണൽ സെൻറ്റൻസ് എന്താണ്, കണ്ടീഷണൽ സെൻറ്റൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതായത് ഓരോ ടെൻസിലും എങ്ങനെയാണ് കണ്ടീഷണൽ സെൻറ്റൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ടെൻസ് മാറി വരുമ്പോൾ എങ്ങനെയാണ് കണ്ടീഷണൽ സെൻറ്റൻസ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് പോകുന്നതിനെക്കാട്ട് മുമ്പായിട്ട് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. അൺഅക്കാഡമിയിൽ ആസ്ക് ഔട്ട് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. ആസ്ക് എ ഡൗട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഡൗട്ടുകൾ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ടുകൾ വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ ഡൗട്ട്സ് ആൻഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ക്ലിക്ക് എ പിക്ചർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് ക്വസ്റ്റ്യനാണ് ഡൗട്ട് ഉള്ളത് ആ ക്വസ്റ്റ്യൻ്റെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഡൗട്ടുകൾക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനായിട്ട് ഒരു സൊല്യൂഷനായിട്ട് ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, അങ്ങനെയുള്ളതാണ് ആസ്ക് ഔട്ട്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് റേസ് ഹാൻഡ് എന്ന ഫീച്ചറാണ്. റേസ് ഹാൻഡ് എന്ന് പറയുമ്പോൾ പിന്നെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേറ്ററിനോട് നേരിട്ട് സംസാരിച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് റേസ് ഹാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് റിക്വസ്റ്റ് കൊടുക്കണം, എഡ്യൂക്കേറ്റർ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് സംസാരിക്കാൻ പറ്റൂ, സംസാരിച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. ഇനി പ്ലസ് ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ SSC പ്ലസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, SSC പ്ലസ് എന്ന് പറയുമ്പോൾ ഇതിലുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒരു പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പാക്കേജാണ്. എന്തൊക്കെയാണുള്ളത്, അതായത് സ്ട്രക്ചേർഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഒരു SSCയുടെ ഒരു പ്ലസ് ആണ് എടുക്കുന്നതെങ്കിൽ, SSC പ്ലസ് ആണെങ്കിൽ SSC എക്സാമിൻ്റെ ആ പെർട്ടിക്കുലർ CGL എക്സാം, CHSL എക്സാം, MTS, GD കോൺസ്റ്റബിൾ എന്നൊക്കെ ഒരുപാട് എക്സാംസ് ഉണ്ട്. ആ എക്സാംസിൻ്റെ എല്ലാം സിലബസിലെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും. അൺലിമിറ്റഡ് ആക്സസ് ആയിരിക്കും. SSC എഡ്യൂക്കേറ്റേഴ്സിൻ്റെ എല്ലാ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്സസ് കിട്ടും. ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല. എല്ലാ ക്ലാസ്സുകളും ലൈവ് ആയിരിക്കും. പിന്നെ വീക്ക്ലി ടെസ്റ്റുകൾ നടത്തും. ടെസ്റ്റുകളുടെ കൂടെ തന്നെ ടെസ്റ്റ് അനാലിസിസ് വളരെ പ്രധാനമാണ്. ടെസ്റ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ പിന്നെ കൃത്യമായിട്ട് അതിൻ്റെ സ്കോർ ചെക്ക് ചെയ്യണം. സ്കോർ നോക്കിയിട്ട് എവിടേക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്, സ്കോർ ചെയ്യാൻ സാധിക്കാത്തതെന്ന്, അത്തരം കാര്യങ്ങളൊക്കെ, അത്തരം ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ട് ടെസ്റ്റ് അനാലിസിസ് ഉണ്ടാവും. പേഴ്സണൽ ഗൈഡൻസ് ഉണ്ടാവും. ടോപ്പ് എക്സാം എക്സ്പേർട്സ്, അതുപോലെ എക്സ്പേർട്ട് ഗൈഡ് ലൈൻസ്, സ്റ്റഡി പ്ലാനർ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വിത്ത് ബൈവീക്ലി റിവ്യൂസ് ആൻഡ് സ്റ്റഡി മെറ്റീരിയലും ഉണ്ടാവും, സ്പെഷ്യലൈസ്ഡ് നോട്ട്സ് ആൻഡ് പ്രാക്ടീസ്. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് പ്ലസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് എന്ന് പറയുന്നത് 1 മന്തിനാണെങ്കിൽ 1350 ആണ്. 1350 ആണ് പേ ചെയ്യേണ്ടത്. 1 മന്ത് എല്ലാ മാസവും ഇതിന് അടയ്ക്കുന്നതിന് പകരം 3400, അതായത് 3 മാസം 3400, 6 മന്ത്സ് 5400 രീതിയിൽ അടയ്ക്കാം. 1 ഇയർ 6500, 2 ഇയേഴ്സ് ആണ് 7800. അപ്പോൾ ഇങ്ങനെ 3 മാസം അല്ലെങ്കിൽ 6 മാസം ഒരുമിച്ച് അടയ്ക്കുമ്പോൾ ഗുണം എന്താ വെച്ചാൽ പെർ മന്ത് പേ ചെയ്യുന്ന പൈസ കുറവായിരിക്കും. ഇപ്പോൾ 6 മന്ത്സ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 900 ആണ് വരുന്നത്, അല്ലേ, 900. 900 അടച്ചാൽ മതി, പെർ മന്ത് അടച്ചാൽ മതി എന്നല്ല, 900 ആണ് പെർ മന്ത്ലി ആയിട്ട് വരിക. അല്ലെങ്കിൽ 1350 ആണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ എമൗണ്ടിൻ്റെ ഒക്കെ മേലെ ഒരു 10% ഡിസ്കൗണ്ട് ഉണ്ടാവും. VCN 10 എന്ന് പറഞ്ഞാൽ എൻ്റെ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ റൈറ്റ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നതിനെക്കാട്ട് മുമ്പായിട്ട് നമ്മൾ ക്ലോസ് എന്താ പഠിക്കണം. വാട്ട് ഈസ് എ ക്ലോസ്? ഒരു ക്ലോസ് എന്താണ്? ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗമാണ് ക്ലോസ് എന്ന് പറഞ്ഞാൽ, അല്ലേ, ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗമാണ് ക്ലോസ്. അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നെ ഒന്നിൽ കൂടുതൽ ക്ലോസുകൾ ഉണ്ടാവും. എന്തായാലും ഉണ്ടാവും സെൻറ്റൻസിൽ, അങ്ങനെ ഉണ്ടാവുക, അല്ല, മിക്ക സെൻറ്റൻസിലും മെജോറിറ്റി ഓഫ് ദ സെൻറ്റൻസസ് ദർ വിൽ ബി മോർ ദാൻ 1 ക്ലോസ്. അപ്പോൾ ക്ലോസ് എന്ന് പറയുമ്പോൾ സെൻറ്റൻസിലെ ഭാഗമാണ്. അത് മാത്രമല്ല, ഒരു ക്ലോസ്, അല്ലേ, അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം അത് ക്ലോസ് ആയിട്ട് പരിഗണിക്കണമെങ്കിൽ അതിൻ്റെ മിനിമം റിക്വയർമെൻറ്റ് എന്താണ്,
അല്ലേ? മിനിമം റിക്വയർമെൻറ്റ് എന്താണ്? അതിനൊരു സബ്ജക്റ്റ് വേണം, ഒരു വേർബ് വേണം. ഒരു സബ്ജക്റ്റും വേർബും അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ നമുക്ക് ക്ലോസ് എന്ന് വിളിക്കാം. സബ്ജക്റ്റും വേർബും ഉണ്ടെങ്കിൽ അതൊരു ക്ലോസ് ആണ്, അല്ലേ? ദിസ് ഇസ് ദ സ്മോളസ്റ്റ് ഗ്രമാറ്റിക്കൽ യൂണിറ്റ് ദാറ്റ് ക്യാൻ എക്സ്പ്രസ് എ കംപ്ലീറ്റ് പ്രോപ്പോസിഷൻ. ഓക്കെ, അതായത് ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ, യെസ്, ഹായ് ദീപക്, ഹായ്. ഓക്കെ, ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ ഐ വിൽ ടോക്ക് ടു ഹർ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ക്ലോസുകളുണ്ട്, രണ്ട് ക്ലോസ് ഉണ്ട്. കാരണം ഇവിടെ ഐ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ്, അതുപോലെ മീറ്റ് എന്ന് പറയുന്നത് വേർബ് ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റും വേർബും അടങ്ങുന്ന ഈ ഒരു ഗ്രൂപ്പ് ഒരു ക്ലോസ് ആണ്. ദിസ് ഇസ് വൺ ക്ലോസ്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഐ വിൽ ടോക്ക് ടു ഹർ എന്ന് പറയുമ്പോൾ ഇവിടെ ഐ സബ്ജക്റ്റ് ഉണ്ട്, വിൽ ടോക്ക്, അല്ലെ? വിൽ എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിലറി വേർബ് ഉണ്ട്, ടോക്ക് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ വേർബ് ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റും ഉണ്ട്, വേർബും ഉണ്ട്. അങ്ങനെ ഇതൊരു ക്ലോസ് ആയി, ഇതൊരു ക്ലോസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ക്ലോസ് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ കണ്ടീഷണൽ സെൻറ്റൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഒരു ക്ലോസ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും, അല്ലെങ്കിൽ ക്ലോസ് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ കണ്ടീഷണൽ ഒരു സെൻറ്റൻസ് മാറ്റുക, അല്ലേ? അതായത് ഒരു സെൻറ്റൻസിന് ഡിഫറെൻറ്റ് ക്ലോസ് ഉണ്ടാവും. അപ്പോൾ ഒരു ക്ലോസ് നമ്മൾ ഒരു കണ്ടീഷൻ ഇടും ഒരു ക്ലോസിലേക്ക്, അങ്ങനെയാണത് കണ്ടീഷണൽ ക്ലോസ് ആവുന്നത്. അങ്ങനത്തെ കണ്ടീഷണൽ ക്ലോസ് ഉള്ള സെൻറ്റൻസുകളാണ് കണ്ടീഷണൽ സെൻറ്റൻസ് ആവുന്നത്. അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്ലോസ് ആണ്. ക്ലോസ് എന്ന് പറയുമ്പോൾ സെൻറ്റൻസിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ അത് ക്ലോസ് ആവണമെങ്കിൽ അതിനൊരു സബ്ജക്റ്റ് വേണം, ഒരു വേർബ് വേണം. സബ്ജക്റ്റും വേർബും ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമുക്ക്, അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് സെൻറ്റൻസിനെ നമുക്ക് ക്ലോസ് എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഇവിടെ ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ ഐ വിൽ ടോക്ക് ടു ഹർ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ കണ്ടീഷണൽ ക്ലോസിനെ പറ്റി പറഞ്ഞു. എന്താണ് കണ്ടീഷണൽ ക്ലോസ്? അതായത് ഇവിടെ ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ ഇതൊരു ക്ലോസ് ആണ്, രണ്ടാമത്തെ ഇതൊരു ക്ലോസ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ, അവിടെ ഞാൻ അവളെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുന്നൊരു കണ്ടീഷൻ അവിടെ ഉണ്ട്, അല്ലേ? ഒരു കണ്ടീഷൻ ഇവിടെ ഉണ്ട്. രണ്ടാമത്തേൽ ഐ വിൽ ടോക്ക് ടു ഹർ. അപ്പോൾ ഒന്നാമത്തെ ഈ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വാലിഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത് ട്രൂ ആണെങ്കിൽ, അല്ലേ? അത് ട്രൂ ആണെങ്കിൽ രണ്ടാമത്തെ ക്ലോസിലെ കാര്യം വാലിഡ് ആവും, അല്ലെങ്കിൽ വർക്ക് ആവും, അല്ലേ? ഓൺ ആവും. ഒന്നാമത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത് സംഭവിച്ചാൽ ട്രൂ ആണെങ്കിൽ, രണ്ടാമത്തെ ഈ പറഞ്ഞിരിക്കുന്ന ക്ലോസിലെ കാര്യം വാലിഡ് ആവും, അല്ലെങ്കിൽ ട്രൂ ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ കണ്ടീഷൻ ആണെന്ന് പറയുന്നത്, അല്ലേ? സോ ഫസ്റ്റ് ക്ലോസിൽ നമുക്കൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ യെസ് ആണെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ വർക്ക് ആവും. അങ്ങനെയാണ് സംഭവം, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഇഫ് ഐ മീറ്റ് ഹർ ടുമോറോ എന്ന് പറയുന്ന സാധനം ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. ഈ കണ്ടീഷണൽ ക്ലോസിൽ എങ്ങനെയാണ് വേർബ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് രണ്ടാമത്തെ ഈ ക്ലോസിൽ നമ്മൾ സെൻറ്റൻസ് നമ്മൾ വേർബ് പ്രയോഗിക്കേണ്ടത്, ടെൻസ് ഉപയോഗിക്കേണ്ടതും വേർബ് ഉപയോഗിക്കേണ്ടതും. അതിന് കൃത്യമായിട്ടുള്ള പാറ്റേൺ ഉണ്ട്. അതായത് ഓരോ ടെൻസ് വരും. ഫോർ എക്സാമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഇവിടെ വരുമ്പോൾ രണ്ടാമത്തെ മെയിൻ ക്ലോസിൽ നമുക്ക് അതിനനുസരിച്ച് മാറ്റം വരും. വേറെ ടെൻസ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വേർബാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ക്ലോസ് എന്താണെന്ന് പഠിച്ചു, കണ്ടീഷണൽ ക്ലോസ് പഠിച്ചു. ഇഫ് ഐ മീറ്റ് ടുമോറോ, നമുക്ക് ഒരു ക്ലോസിൻ്റെ കണ്ടീഷണൽ ക്ലോസ് ആക്കണമെങ്കിൽ നമുക്കറിയാം അത് കണ്ടീഷൻ ചേർത്താൽ മതി. പക്ഷേ ഒരു കണ്ടീഷൻ ക്ലോസ് നമ്മൾ എന്തൊക്കെ വെച്ചിട്ട് ചെയ്യുക? ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഇഫ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഫ് വെച്ചിട്ട് പറയാം, അല്ലെങ്കിൽ വെന്ന് വെച്ചിട്ട് പറയാം, അല്ലെങ്കിൽ വേറെയും കുറേ വേർഡ്സ് ഉണ്ട്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സെഷൻ പ്രോഗ്രസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അൺലെസ് വെച്ചിട്ട് പറയാം, അൺടിൽ വെച്ചിട്ട് പറയാം. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ക്ലോസിനെ കണ്ടീഷണൽ ക്ലോസ് ആക്കാം, ആ സെൻറ്റൻസിനെ കണ്ടീഷണൽ സെൻറ്റൻസ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇഫ് ചേർത്തിട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഇഫ് ചേർത്തിട്ട് ഉള്ള കണ്ടീഷണൽ ക്ലോസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഈ പറയുന്ന കോൺസെപ്റ്റ് ബാക്കി എല്ലാ കണ്ടീഷണൽ സെൻറ്റൻസിനും ആപ്ലിക്കബിൾ ആണ്, വാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇഫ് ക്ലോസ് വെച്ച് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇഫ് ക്ലോസ് ഉപയോഗിക്കുമ്പോൾ അതിൽ 3 മെയിൻ ടെൻസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 3 മെയിൻ ടെൻസുകൾ മാത്രമേ ഇതിൽ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഏതൊക്കെയാണത്? ഒന്ന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഈ 3 ടെൻസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ നമ്മുടെ കണ്ടീഷണൽ ക്ലോസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസിന് അകത്ത്. വേറെ ഒരു തരത്തിലുള്ള ടെൻസും പാടില്ല. വേറെ ഏതെങ്കിലും ടെൻസ് കാണുകയാണെങ്കിൽ അത് ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ ഗ്രമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഒന്നുകിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, അപ്പോൾ ഈ 3 ടെൻസ് എങ്ങനെ വരും? ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരുമ്പോൾ
നമ്മൾ രണ്ടാമത്തെ ക്ലോസിൽ എങ്ങനെ വരണം. അതുപോലെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ രണ്ടാമത്തെ ക്ലോസിൽ എങ്ങനെ വരും. അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരുമ്പോൾ രണ്ടാമത്തെ ക്ലോസിൽ എങ്ങനെയാണ് വേർബ് യൂസ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ സെഷനിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി. ഈ 3 ടെൻസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ 3 ടെൻസ് അല്ലാതെ വേറെ ഏതെങ്കിലും ടെൻസ് ഇഫ് ക്ലോസിൽ അല്ലെങ്കിൽ കണ്ടീഷൻ ക്ലോസിനകത്ത് കണ്ടാൽ അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് കണ്ടീഷണൽ 1 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അതായത് ഇഫ് ക്ലോസിനകത്ത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉള്ളതെങ്കിൽ അല്ലേ, നമ്മൾ പറഞ്ഞിരിക്കുന്ന 3 ടെൻസുകൾ ഏറ്റവും ഫസ്റ്റ് അങ്ങനെയാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ്, അതായത് ഇഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ്, ഇത് ഒന്നാമത്തെ ക്ലോസ്, ഇതാണ് കണ്ടീഷൻ ക്ലോസ്. ഇനി മെയിൻ ക്ലോസിൽ വേർബ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എങ്ങനെയാണ്, സബ്ജക്റ്റ് അല്ലേ പ്ലസ് വില്ല് പ്ലസ് V1 ഫോം. V1 എന്ന് പറയുമ്പോൾ ബേസ് ഫോം ഓഫ് ദ വേർബ്. ഒരു വേർബിന് 3 ഫോംസ് ഉണ്ടാവും അല്ലേ, ഒരു വേർബിന് 3 ഫോം ഉണ്ടാവും, V1, V2, V3. V1 എന്ന് പറയുമ്പോൾ ബേസ് ഫോം, V2 എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ഫോം, V3 പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 ഈ ഫോർമാറ്റാണ് യൂസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്, ഇഫ് ഐ ഫൈൻഡ് ഹിസ് അഡ്രസ് അല്ലേ, ഇവിടെ ഇതാണ് നമ്മുടെ കണ്ടീഷണൽ ക്ലോസ്. ഈ കണ്ടീഷണൽ ക്ലോസിൽ ഇഫ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് കണ്ടീഷണൽ ക്ലോസ് ആണ് അല്ലേ. അതുപോലെ തന്നെ വേർബ് ശ്രദ്ധിക്കുക, ഐ ഫൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പ്രസൻറ്റ് ടെൻസ് ആണ്, അല്ലെങ്കിൽ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആകുമ്പോൾ മെയിൻ ക്ലോസിൽ എങ്ങനെയാണ് വരേണ്ടത്, സബ്ജക്റ്റ് അതായത് ഐ, സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 അല്ലെങ്കിൽ സെൻഡ് എന്ന് പറയുന്നത് V1 അല്ലേ. ഐ വിൽ സെൻഡ് ഹിം എൻ ഇൻവിറ്റേഷൻ. സെൻഡിൻ്റെ V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്, കാരണം ഇഫ് ക്ലോസിൽ വന്നിരിക്കുന്നത് പ്രസൻറ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഇഫ് ഐ കം ടു ചെന്നൈ എന്ന് പറയുമ്പോൾ ഈ കം എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലെങ്കിൽ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. അപ്പോൾ എന്താ വരുന്നത്, സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് മീറ്റ് യു, ഐ വിൽ മീറ്റ് യു. അല്ലാതെ ഈ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ നമ്മൾ വില്ല് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്, നമ്മൾ വില്ലെന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ സെഷനിൽ വില്ല് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതേ സ്ഥലത്ത് നമുക്ക് വില്ലിന് പകരം വേറെ വേർബ്സും യൂസ് ചെയ്യാം, വേറെ മോഡൽ ഓക്സിലറി വേർബ്സും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സും യൂസ് ചെയ്യാം. വില്ല് മാത്രമല്ല, ഏതൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക, ഒന്നുകിൽ വില്ല് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മേ യൂസ് ചെയ്യാം. ഓക്കെ, വില്ല് ക്യാൻ, കൂടുതലായിട്ട് വില്ലും ക്യാനുമാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വില്ലിന് പകരം ക്യാൻ കണ്ടാലും വലിയ എന്താണ് അത് കൺഫ്യൂഷൻ ആകരുത്. വില്ലിന് പകരം ചിലപ്പോൾ ക്യാൻ യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇഫ് ഐ ഫൈൻഡ് ഹിസ് അഡ്രസ് ഐ വിൽ സെൻഡ് ഹിം ഇൻവിറ്റേഷൻ, അല്ലെങ്കിൽ ഐ ക്യാൻ സെൻഡ് ഹിം ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, പ്രസൻറ്റ് ടെൻസ് വരികയാണെങ്കിൽ വില്ലാണ് യൂസ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും പ്രസൻറ്റ് ടെൻസിൽ വില്ലും പാസ്റ്റ് ടെൻസിൽ നമ്മൾ വുഡാണ് യൂസ് ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. വുഡാണ് യൂസ് ചെയ്യുക. പ്രസൻറ്റ് ടെൻസിൽ വില്ലും പാസ്റ്റ് ടെൻസിൽ വുഡും. പാസ്റ്റ് ആണെങ്കിൽ വുഡ്. ഇതേ സാധനം വില്ലിന് പകരമായിട്ട് അല്ലെങ്കിൽ വില്ലിൻ്റെ അതേ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധനമാണ് ക്യാൻ. പ്രസൻറ്റ് ടെൻസിൽ ക്യാൻ എന്ന് യൂസ് ചെയ്യാം. പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നു. പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ അത് കുഡാവും. വില്ല് വുഡാവുന്നത് പോലെ ക്യാൻ കുഡാവും അല്ലേ. ഓക്കെ, അപ്പോൾ ഇഫ് ഐ കം ടു ചെന്നൈ ഐ വിൽ മീറ്റ് യു, സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് മീറ്റ്, അതായത് V1, അല്ലെങ്കിൽ സബ്ജക്ട് ഐ ക്യാൻ മീറ്റ് യു എന്നും പറയും അല്ലേ. ഐ ക്യാൻ എന്നും പറയാം, വില്ലിന് പകരം ക്യാൻ യൂസ് ചെയ്യാം. ഇഫ് ഹി ഫിനിഷസ് ദ വർക്ക് ഇൻ ടൈം അല്ലേ. ഇഫ് ഹി ഫിനിഷസ് എന്ന് കണ്ടാൽ നമ്മൾ ഒപ്പം തന്നെ സ്ട്രൈക്ക് ചെയ്യണം, അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. അപ്പോൾ ഹി വിൽ പേ യു എ വിസിറ്റ്. ഹി വിൽ പേ, സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് പേ, അതായത് V1 ഫോം. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷണൽ 1 എന്ന് പറയുന്നത്. കണ്ടീഷണൽ 1 എന്ന് പറയുന്നത് അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ 2 ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ്. ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ സബ്ജക്റ്റ് എന്താണ്, നമ്മളെ മെയിൻ ക്ലോസിൽ എങ്ങനെ വരിക, സബ്ജക്ട് പ്ലസ് വുഡ് അല്ലേ. വുഡാണ്, വില്ലല്ല, വുഡ് പ്ലസ് V1. അവിടെയും വേർബിൻ്റെ ബേസ് ഫോം അല്ലെങ്കിൽ V1 ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മൾ തൊട്ട് മുന്നേ കണ്ടു വില്ലിന് പകരം ഇവിടെ വുഡ് അല്ലേ, വില്ല് പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിൽ വുഡും യൂസ് ചെയ്യും അല്ലേ. അതുപോലെ ക്യാൻ കുഡ് എന്ന് പറയുന്ന മാറ്റം നമ്മൾ കണ്ടു. ഈ സെയിം സാധനം ഇവിടെ ഉപയോഗിക്കുന്ന പോലെ, അതായത് ഇവിടെ നമ്മൾ സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1, ഈ വുഡ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് കുഡ് എന്ന് യൂസ് ചെയ്യാം. അതും കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് കുഡ് എന്ന് യൂസ് ചെയ്യാം. വുഡും കുഡും സെയിം ടെൻസ് ആണ്.
അതായത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. കണ്ടീഷണൽ ടൂവിൽ നമുക്ക് ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ മോഡൽ ഓക്സിലറി അല്ലെങ്കിൽ ഓക്സിലറി വേർബായിട്ട് വുഡ് യൂസ് ചെയ്യാം, അതുപോലെ കുഡും യൂസ് ചെയ്യാം അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ഇഫ് ബോത്ത് ഓഫ് ദം സ്റ്റുഡ് ഓൺ ദ ടേബിൾ, ഇതാണ് നമ്മുടെ കണ്ടീഷണൽ ക്ലോസ്. ഇവിടെ ബോത്ത് ഓഫ് ദം സ്റ്റുഡ് ഓൺ ദ ടേബിൾ. അപ്പോൾ സ്റ്റുഡ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡിൻ്റെ V2 ഫോം, പാസ്റ്റ് ടെൻസ് ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലായി അവിടെ? അത് പിന്നെ സിമ്പിൾ പാസ്റ്റ് ആണ്. പാസ്റ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് ഇറ്റ് പ്ലസ് വുഡ് പ്ലസ് V1, സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1 അല്ലേ? ബ്രേക്ക്. If you saw a lion, what would your reaction be? What would your reaction be? അല്ലേ? If you saw a lion, അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. വാട്ട് വുഡ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് കൂട്ടാം അല്ലേ? അല്ലെങ്കിൽ റിയാക്ഷൻ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് കൂട്ടാം. വുഡ് എന്നുണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? V1 ഫോം ആണ്. ബീൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം എന്ന് പറയുമ്പോൾ ബീൻ എന്ന് പറയും അല്ലേ? ബീൻ. ഇഫ് ഷീ drove fast, she would reach the station in time. ഓക്കെ, ഇഫ് ഷീ ഡ്രോവ് ഫാസ്റ്റ് അല്ലേ? ഇഫ് ഷീ ഡ്രോവ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഡ്രൈവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡ്രോവ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം അതെന്താണ്? അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സോ ഷീ വുഡ് റീച്ച്, സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1, ഷീ വുഡ് റീച്ച് ദ സ്റ്റേഷൻ ഇൻ ടൈം. നേരത്തെ അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യം, വുഡിന് പകരം നമുക്ക് കുഡും യൂസ് ചെയ്യാം അല്ലേ? കുഡും യൂസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ്. നമുക്ക് ആകെ പഠിക്കാനുള്ള ഈ 3 കണ്ടീഷനിലും പിന്നെ ഒരു എക്സ്ട്രാ ചെറിയൊരു എക്സെപ്ഷണൽ കേസ് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഇത് പഠിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. വളരെ ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, കണ്ടീഷണൽ 3 ആകുമ്പോൾ എന്താ വരിക? കണ്ടീഷണൽ 3. ഓക്കെ, കണ്ടീഷണൽ 3 വരുമ്പോൾ ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എങ്ങനെ വരിക? സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ഹാവ് അല്ലേ? ഹാവ് പ്ലസ് V3, ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് V3. ഓക്കെ, അങ്ങനെയാണ് വരിക. സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. എങ്ങനെയാണ് അത്? ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം. പാസ്റ്റ് പെർഫെക്റ്റ് അപ്പം മനസ്സിലാക്കണം, അത് ചിലപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ചിലപ്പോൾ സിമ്പിൾ പാസ്റ്റ് ഒക്കെ വന്നെന്ന് വരാം. അത് ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ടെൻസുകളുടെ കാര്യത്തിൽ വളരെ തറവായിരിക്കണം. അപ്പോൾ അതിന് സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് പ്ലേലിസ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ സ്പെഷ്യൽ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട് ടെൻസുകളുടെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെഷൻ. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. പിന്നെ 4:30 ഇന്ന് 4:30 പിന്നെ സ്പോട്ട് തിയറർ ഹാർഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് പറഞ്ഞിട്ട് സെഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് 4:30 to 5:30. അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇഫ് ഹി ഹാഡ് കം ടു മീ ഐ വുഡ് ഹാവ് ഗിവൺ ഹിം മൈ കാർ. ഇഫ് ഹി ഹാഡ് കം ടു മീ അല്ലേ? ഹി ഹാഡ് കം. എങ്ങനെയാണ് ഒരു ക്ലോസ് അല്ലെങ്കിൽ നമുക്കൊരു ടെൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വേർബ് കാണുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണെന്ന് എങ്ങനെ ഉറപ്പിക്കുക? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാഡ് വേണം അല്ലേ? സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ ഹാഡ് ഉണ്ടാവും, അതിനുശേഷം V3 ഫോം ഉണ്ടാവും അല്ലേ? ഇഫ് ഹി ഹാഡ് കം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ ഹാഡ് ഡിന്നർ എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഈ ഒരു സെൻറ്റൻസ് ഇതിൽ വേർബ് ഏത് ടെൻസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അല്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ല. കാരണം എന്താണ്? ഐ ഹാഡ് ഡിന്നർ, ഇവിടെ ഈ ഹാഡ് എന്ന് പറയുന്നത് മെയിൻ വേർബാണ്. ദാറ്റ് ഈസ് മെയിൻ വേർബ്, നോട്ട് ഓക്സിലറി വേർബ് അല്ല, മെയിൻ വേർബാണ്. അപ്പോൾ ഓക്സിലറി ഏതാണ്? മെയിൻ വേർബ്. അപ്പോൾ ഓക്സിലറി വേർബ് ആണെങ്കിൽ മാത്രമേ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവുള്ളൂ. മെയിൻ വേർബ് ആണ് ഹാഡ് എങ്കിൽ നമ്മൾ ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണത്. ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. അപ്പോൾ അതെന്താണ്? അവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്. അതുപോലുള്ള സെൻറ്റൻസുകൾ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ കൃത്യമായിട്ട് ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇഫ് ഷീ ഹാഡ് കംപ്ലീറ്റഡ് ദ വർക്ക് ഇൻ ടൈം ഐ വുഡ് ഹാവ് ഗ്രാൻറ്റഡ് ഹർ ലീവ്. ഇഫ് ഷീ ഹാഡ് കംപ്ലീറ്റഡ് ദ വർക്ക് ഇൻ ടൈം അല്ലേ? അപ്പോൾ ഹാഡ് ഉണ്ട്, കംപ്ലീറ്റഡ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? സബ്ജക്റ്റ്, അതായത് ഐ പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് ഗ്രാൻറ്റഡ് V3. ഇവിടെ നമ്മൾ നോക്കിയില്ല. ഐ പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് ഗിവൺ V3 അല്ലേ? സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് വരിക കണ്ടീഷണൽ 3 വരുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ 3 കണ്ടീഷനിലായി. ഇനി നമുക്ക് ഈ 3 കണ്ടീഷനിൽ ഒന്ന് റിവൈസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 അല്ലേ? ഇഫ് ഐ ഫൈൻഡ് ഹിസ് അഡ്രസ് ഐ വിൽ സെൻഡ് ഹിം an invitation.
കണ്ടീഷൻ 2 ആണെങ്കിൽ ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഐ സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ V1 തന്നെ സെയിം സാധനം. ബെയർ ഇൻഫിനിറ്റീവ് എന്നൊക്കെ പറയാം. അതായത് ബേസിക്കലി V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം. സോ ഇഫ് ഐ ഫൗണ്ട് ഹിസ് അഡ്രസ് അല്ലേ, ഐ വുഡ് സെൻഡ് ഹിം ഇൻവിറ്റേഷൻ. ഐ വുഡ് സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. കണ്ടീഷൻ 3 വരികയാണെങ്കിൽ ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെയാണ് വരിക? സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഐ വുഡ് ഹാവ് സെൻറ്റ്. ഇഫ് ഐ ഹാഡ് ഫൗണ്ട് ഹിസ് അഡ്രസ് ഐ വുഡ് ഹാവ് സെൻറ്റ് ഹിം ഇൻവിറ്റേഷൻ അല്ലേ. ഇഫ് ഐ ഹാഡ് ഫൗണ്ട് ഹിസ് അഡ്രസ്. അപ്പോൾ ഇങ്ങനെയാണ് 3 കണ്ടീഷനിലും വരിക. ഇതനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ വില്ല് യൂസ് ചെയ്ത സ്ഥലത്തൊക്കെ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. വേണമെങ്കിൽ മേയും യൂസ് ചെയ്യാം ചില കേസുകളിൽ. അതുപോലെ വുഡ് ഉപയോഗിച്ച സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം അല്ലേ, കുഡ് യൂസ് ചെയ്യാം. അതുപോലെ ഷുഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, മൈറ്റും യൂസ് ചെയ്യാം. കുഡ് ഷുഡ് മൈറ്റും യൂസ് ചെയ്യാം. വില്ലിൻ്റെ വുഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് കുഡ് ഷുഡ് മൈറ്റും യൂസ് ചെയ്യാം. അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാത്രം യൂസ് ചെയ്യണം. ഓക്കെ, ഓപ്ഷൻ റൈറ്റ്. അപ്പോൾ 3 കണ്ടീഷനിൽ പഠിച്ചു. ഇനി 4ാമത്തെ ഒരു കേസ് ഉണ്ട്, സീറോ കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷണൽ 0 എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം? അതായത് നമുക്ക് 1ാമത്തെ കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷണൽ 1 എങ്ങനെ വരുന്നത്? നമുക്കറിയാം ഇഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 ആണ് വന്നിരിക്കുന്നത് അല്ലേ, എങ്ങനെയാണ് വന്നത്. പക്ഷേ സീറോ കണ്ടീഷണൽ എന്ന് പറയുന്ന കേസാണെങ്കിൽ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ആണ് വരുന്നതെങ്കിൽ പോലും 2ാമത്തെ ക്ലോസിൽ, അതായത് നമ്മുടെ മെയിൻ ക്ലോസിൽ എന്താ വേണ്ടത്? സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 എന്ന് പറയുന്ന ഈ ഫോം യൂസ് ചെയ്യാൻ പാടില്ല. പകരം എന്താ യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്ന സെയിം ഈ പറയുന്ന ഇഫ് ക്ലോസിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ വേർബ് ഫോം തന്നെ യൂസ് ചെയ്യണം. അതേ ടെൻസ് തന്നെ യൂസ് ചെയ്യണം. ഇറ്റ് മെൽറ്റ്സ്. കാരണം എവിടെ നോക്കുകയാണെങ്കിൽ ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. എന്താ ഇവിടെ സംഭവം? എന്താണ് ഇവിടെ സീറോ കണ്ടീഷനിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിഫറൻസ് പറയുന്നത്? ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇഫ് ക്ലോസിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യം ഒരു യൂണിവേഴ്സൽ ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഫാക്റ്റ് ആണെങ്കിൽ അല്ലേ, യൂണിവേഴ്സൽ ഫാക്റ്റിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് തന്നെ ഇവിടെ യൂസ് ചെയ്യണം. ഏത്? നമ്മൾ 2ാമത്തെ ക്ലോസിൽ യു ഹാവ് ടു യൂസ് സിമ്പിൾ പ്രസൻറ്റ് ഇറ്റ് സെൽഫ്. അല്ലാതെ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 എന്ന് പറയുന്ന കണ്ടീഷണൽ 1ൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അതേ ആ പാറ്റേൺ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് കിട്ടുകയാണെങ്കിൽ അതും ഇഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോർമാറ്റിൽ ഇഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് കിട്ടുകയാണെങ്കിൽ നോക്കേണ്ട കാര്യം എന്താണ്? അതിലൊരു യൂണിവേഴ്സൽ ഫാക്റ്റ് പറയുന്നുണ്ടോ? എന്തെങ്കിലും യൂണിവേഴ്സൽ ഫാക്റ്റ് പറയുന്നുണ്ടെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് അതേ സാധനം തന്നെ ഇടുക. പറയുന്നില്ലെങ്കിൽ മാത്രം സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 എന്നിടുക. ഓക്കെ, ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. അപ്പോൾ ഐസ് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മെൽറ്റ് ആവും എന്ന് പറയുന്നത് ഒരു എന്താണ് പറയുക, ഒരു ലോ ആണ് അല്ലേ. അതെന്തായാലും അങ്ങനെ സംഭവിക്കും. അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന രീതിയിൽ ഇറ്റ് മെൽറ്റ്സ് എന്ന് തന്നെ പറയാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് പറയാൻ പാടില്ല? ഇറ്റ് വിൽ മെൽറ്റ് എന്ന് പറയാൻ പാടില്ല. ഇറ്റ് വിൽ മെൽറ്റ് എന്നായിരുന്നേനെ കണ്ടീഷണൽ 1ൻ്റെ അല്ലേ, കണ്ടീഷണൽ 1 അനുസരിച്ചാണെങ്കിൽ ഇറ്റ് വിൽ മെൽറ്റ് എന്നായാണ്. പക്ഷേ ഇത് സീറോ കണ്ടീഷൻ ആയതുകൊണ്ട് ഇറ്റ് മെൽറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി. ആനിമൽസ് അറ്റാക്ക് വെൻ ദേ ആർ സ്കേർഡ്. അപ്പോൾ വെൻ ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇഫിന് പകരം വെൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടീഷണൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വെൻ യൂസ് ചെയ്തിട്ട് വെൻ ദേ ആർ സ്കേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കണ്ടീഷണൽ ക്ലോസിൽ ഓക്കെ, വെൻ ഉപയോഗിച്ചിട്ടുള്ള ഈ കണ്ടീഷണൽ ക്ലോസിൽ നമ്മളിങ്ങനെ വെൻ ദേ ആർ സ്കേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേ ആർ സ്കേർഡ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ്. പക്ഷേ ആനിമൽസ് അവർ പേടിക്കുമ്പോൾ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നത് ഒരു ടെൻഡൻസിയാണ് അല്ലെങ്കിൽ ഒരു ഫാക്റ്റാണ് അല്ലേ. അപ്പോൾ ആനിമൽസ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ മതി. അതിന് പകരം ആനിമൽസ് വിൽ അറ്റാക്ക് എന്ന് പറയാൻ പാടില്ല. കാരണം അത് സീറോ കണ്ടീഷനാണ്. ഇഫ് ബേബീസ് ആർ ഹംഗ്രി ദേ ക്രൈ. ഹംഗ്രി ആകുമ്പോൾ അവർ കരയും. ബേബീസ് ആർ ഹംഗ്രി ദേ ക്രൈ ആണ്. ദേ വിൽ ക്രൈ അല്ല, ദേ ക്രൈ. ദേ വിൽ ക്രൈ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, ഗ്രാമാറ്റിക്കലി തെറ്റാണ്. ഇഫ് യു പ്ലേ വിത്ത് ഫയർ യു ഗെറ്റ് ബേൺഡ്. യു വിൽ ഗെറ്റ് ബേൺഡ് അല്ല, യു ഗെറ്റ് ബേൺഡ് അല്ലേ.
you get burnt. If it rains, the grass gets wet. If it rains, the grass gets wet. Okay. അല്ലേ, ഗെറ്റ്സ് വെറ്റ് എന്നാണ്, അല്ലാതെ വിൽ ഗെറ്റ് വെറ്റ് എന്നല്ല. വിൽ നോട്ട് സേ, യു ഷുഡ് നോട്ട് സേ ഗ്രാസ് വിൽ ഗെറ്റ് വെറ്റ് എന്ന് പറയാൻ പാടില്ല, കാരണം സീറോ കണ്ടീഷനാണ്. ദ ഗ്രാസ് ഗെറ്റ്സ് വെറ്റ് ഇഫ് ഇറ്റ് റെയിൻസ് അല്ലേ. വെൻ ഇറ്റ് റെയിൻസ് ദ ഗ്രാസ്, വെൻ ഇഫിന് പകരം നമുക്ക് വെൻ യൂസ് ചെയ്യാം. ദ ഗ്രാസ് ഗെറ്റ്സ് വെറ്റ്, ദ ഗ്രാസ് ഗെറ്റ്സ് വെറ്റ് വെൻ ഇറ്റ് റെയിൻസ് അല്ലേ, സെയിം സാധനം. അപ്പോൾ 3 കണ്ടീഷണൽ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സെപ്പറേറ്റ് കേസാണ് ഈ സീറോ കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് ആണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 എന്ന് പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ, കണ്ടീഷൻ 1ൻ്റെ ആ ഒരു സാധനം പറയാൻ പാടില്ല, തെറ്റാവും അല്ലേ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിനായിട്ട് മുമ്പായിട്ട് ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പിക്. ഈ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലായിട്ടൊന്നും ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫോർത്ത് ഇയർ, ഇഫ് ഐ ഹാഡ് മണി ഐ വിൽ ഹാവ് ലെൻറ്റ് ഇറ്റ് ടു ഹർ. ഐ വിൽ ഹാവ് ലെൻറ്റ് ഇറ്റ് ടു ഹർ. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ഐ ഹാഡ് മണി എന്ന് പറയുന്ന സാധനമാണെങ്കിൽ അല്ലേ, ഈ ഒരു ക്ലോസിൽ ഈ ഹാഡ് കണ്ടിട്ട് ചിലപ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് ചിലപ്പോൾ നമുക്ക് എന്താണ് ഒരു ദർ ഇസ് എ പോസിബിലിറ്റി അല്ലേ. പക്ഷേ പാസ്റ്റ് പെർഫെക്റ്റ് അല്ലല്ലോ, പാസ്റ്റ് പെർഫെക്റ്റ് അല്ല. ഇഫ് ഐ ഹാഡ് മണി എന്നതിൽ ഈ ഹാഡ് എന്ന് പറയുന്നത് മെയിൻ വേർബാണ്, ദാറ്റ് ഈസ് മെയിൻ വേർബ്. അതുകൊണ്ട് തന്നെ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ നമ്മൾ കണ്ടീഷണൽ 2 ആണ്. അതിലെങ്ങനെ വരിക, സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1. അതായത് വില്ലും ഹാവിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിന് പകരം വുഡ് എന്ന് യൂസ് ചെയ്യണം, വുഡ്. അതുപോലെ ലെൻറ്റ് എന്ന് പറയുന്ന V3 ഫോം വേണ്ട, ലെൻഡ്. ലെൻഡ് എന്ന് പറയുമ്പോൾ കടം കൊടുക്കുക. ഐ വുഡ് ലെൻഡ് ഇറ്റ് ടു ഹർ. ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ലെൻഡ് ഇറ്റ് ടു ഹർ എന്നാണ് പറയുക. ഓപ്ഷൻ ബി അല്ലേ. ഇത് ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഹാഡ് കണ്ടിട്ട് ചിലപ്പോൾ നമ്മൾ തീരുമാനിക്കും അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഐ വുഡ് ഹാവ് ലെൻഡ് ഇറ്റ് ടു ഹർ എന്ന് പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, അത് എന്താണ് ടെൻസ് എന്ന്. 2, ഇഫ് ഐ വാസ് യു ഐ വുഡ് നോട്ട് ടോളറേറ്റ് ഹിം ഫോർ എ മൊമെൻറ്റ്. ഇഫ് ഐ വാസ് യു ഐ വുഡ് നോട്ട് ടോളറേറ്റ് ഹിം ഫോർ എ മൊമെൻറ്റ്. ഓക്കെ, ഐ വുഡ് നോട്ട് ടോളറേറ്റ് അല്ലേ, സബ്ജക്റ്റ് വുഡ് ഉണ്ട്, പിന്നെ V1 ഫോം അല്ലേ, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇവിടെ എന്താണ് ശരിക്കും, ഇവിടെ ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു കേസാണ്, സാങ്കല്പികമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഞാൻ നിൻ്റെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ, സാങ്കല്പികം ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ നമുക്കറിയാം വാസ് എന്നല്ല ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ പോലും വേർ എന്നാണ് യൂസ് ചെയ്യുക അല്ലേ. ഇഫ് ഐ വേർ യു ഐ വുഡ് നോട്ട് ടോളറേറ്റ് ഹിം ഫോർ എ മൊമെൻറ്റ്. അത് മാത്രമല്ല സിമ്പിൾ പാസ്റ്റ് ആണല്ലേ, സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ടാണ് സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1 ആയത്. ഓപ്ഷൻ എ. ഇതിപ്പോൾ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, സബ്ജക്റ്റ് ഇപ്പോൾ വേറെ ഏത് പ്രോണൗൺ ആണെങ്കിലും, ഹി എന്നാണെങ്കിലും ഷീ എന്നാണെങ്കിലും അല്ലേ, ഇറ്റ് എന്നാണെങ്കിലും, അതുപോലെ നൗൺ ആണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രമേശ് അല്ലേ, രമേശ് എന്നായിരുന്നെങ്കിൽ പോലും നമ്മൾ വേർ എന്ന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓപ്ഷൻ എ. 3, സപ്പോസ് ഇഫ് യു ആർ ലേറ്റ് യു വിൽ ബി ഇൻ ട്രബിൾ. സപ്പോസ് ഇഫ് യു ആർ ലേറ്റ് യു വിൽ ബി ഇൻ ട്രബിൾ. നമ്മൾ ഇഫ് യു ആർ ലേറ്റ്, യു ആർ ലേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ടെൻസ് എന്താണ്, പ്രസൻറ്റ് സിമ്പിൾ. പ്രസൻറ്റ് സിമ്പിളാണ്. പ്രസൻറ്റ് സിമ്പിൾ ആകുമ്പോൾ മെയിൻ ക്ലോസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ്ജക്റ്റ് പ്ലസ് വുഡ് വിൽ പ്ലസ് V1, ബീൻ്റെ V1 ഫോം അല്ലേ. ബി എന്ന് വെച്ചാൽ V1 ഫോമാണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ബി, അതൊക്കെ ഇവിടെയൊക്കെ കറക്റ്റാണ്, പക്ക കറക്റ്റാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സപ്പോസും ഇഫും ഒരേ മീനിങ് ആണ്. സപ്പോസ് എന്ന് പറഞ്ഞാലും ഇഫ് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് ആണ് അല്ലേ. അപ്പോൾ ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോസ് ആണെങ്കിലും ഇഫ് ആണെങ്കിലും ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എയിലാണ്
ഓക്കെ, പിന്നെ മിസ്റ്റേക്ക് ഏത് ഒന്ന് മാത്രം ഉപയോഗിക്കുക. സപ്പോസ് യു ആർ ലേറ്റ് യു വിൽ ബി ഇൻ ട്രബിൾ എന്നല്ലെങ്കിൽ ഇഫ് യു ആർ ലേറ്റ് യു വിൽ ബി ഇൻ ട്രബിൾ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എ. 4. ഇഫ് ഹി കെയിം ടു മീ ഐ വുഡ് ഹാവ് ഗിവൺ ഹിം മൈ കാർ. ഇഫ് ഹി കെയിം ടു മീ ഐ വുഡ് ഹാവ് ഗിവൺ ഹിം മൈ കാർ അല്ലേ. ഇഫ് ഹി കെയിം ടെൻസ് എന്താണ്? മെയിൻ അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസിലെ ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ എന്താ വരിക? ഐ വുഡ് ഹാവ് ഗിവൺ ഹിം. ഐ വുഡ് ഹാവ് ഗിവൺ ഹിം എന്ന് പറയുന്ന സാധനം പിന്നെ നമ്മുടെ ഓക്കെ, ഐ വുഡ് ഹാവ് ഗിവൺ ഹിം എന്ന് പറഞ്ഞ സാധനം എന്താണ്? സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. അത് പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ വരേണ്ട സാധനമാണ്. അപ്പോൾ ഇതിന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് എന്താ വരേണ്ടത്? സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. ഐ വുഡ് ഗിവ് ഹിം മൈ കാർ. ഐ വുഡ് ഗിവ് ഹിം മൈ കാർ എന്നാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. ഐ വുഡ് ഹാവ് ഗിവൺ അല്ല. ഐ വുഡ് ഹാവ് ഗിവൺ എന്നായിരുന്നുവെങ്കിൽ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആകുമ്പോഴാണ് ആയിരുന്നു വരേണ്ടിയിരുന്നത് അല്ലേ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. ഐ വുഡ് ഗിവ്. ഇതിപ്പോൾ ഐ വുഡ് ഹാവ് ഗിവൺ എന്ന് വരണമെങ്കിൽ എങ്ങനെയാണ് ഈ ഇഫ് ക്ലോസിൽ നിന്ന് മാറ്റാൻ വരേണ്ടത്? ഇഫ് ഹി ഹാഡ് കം ടു മീ അല്ലേ. സിമ്പിളായിട്ട് ഇഫ് ഹി ഹാഡ് കം ടു മീ എന്ന് പറഞ്ഞാൽ മതി. ഇഫ് ഹി ഹാഡ് കം ടു മീ ഐ വുഡ് ഹാവ് ഗിവൺ ഹിം മൈ കാർ. അപ്പോൾ ഇവിടെ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റുമായി നമ്മുടെ മെയിൻ ക്ലോസിൽ ഐ വുഡ് ഹാവ് ഗിവൺ സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആയി പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി. 5. If he will work hard he will surely get the job of his choice. If he will work hard he will surely get the job of his choice. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇഫ് ക്ലോസിൽ അല്ലെങ്കിൽ ഒരു കണ്ടീഷണൽ ക്ലോസിൽ വരാൻ പാടുള്ള 3 ടെൻസുകളേ ഉള്ളൂ. 3 ടെൻസുകൾ. ഒന്ന് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്, പിന്നെ പാസ്റ്റ് സിമ്പിൾ, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ്. ഈ 3 മാത്രമേ വരാൻ പാടുള്ളൂ. ഇവിടെ വില്ല് കണ്ടിട്ടുണ്ടെങ്കിൽ ചേർത്താൽ അതവിടെ ഫ്യൂച്ചർ ടെൻസ് ആയിപ്പോൾ. ഇഫ് ഹി വിൽ വർക്ക് ഹാർഡ്, അവൻ നന്നായിട്ട് എന്താണ് പരിശ്രമിച്ചാൽ അല്ലേ, നന്നായി പരിശ്രമിച്ചാൽ അല്ലെങ്കിൽ പരിശ്രമിക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ വില്ല് ചേർക്കുകയാണെങ്കിൽ അവിടെ ഫ്യൂച്ചർ ടെൻസ് ആയിപ്പോൾ. ഫ്യൂച്ചർ ടെൻസ് ഒരു കാരണവശാലും നമുക്ക് ഇതിൽ പ്രയോഗിക്കാൻ പറ്റില്ല. ഇഫ് ഹി വർക്ക് ഹാർഡ്, ഹി വർക്ക്സ് ഹാർഡ് അല്ലേ, വർക്ക് ഹാർഡ് അല്ല, വില്ല് ഉപയോഗിക്കാൻ പറ്റില്ല. വർക്ക്സ് ഹാർഡ്. പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഇവിടെ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മെയിൻ ക്ലോസിൽ ഈ ഒരു എന്താണ് പാറ്റേൺ നമുക്ക് വരാൻ പറ്റില്ല. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1. സബ്ജക്റ്റ് ഉണ്ട് പ്ലസ് വില്ലുണ്ട് പ്ലസ് V1, അതായത് ബേസ് ഫോം ഗെറ്റ്. ഓക്കെ, ഹി വിൽ ഷോർലി ഗെറ്റ് ദ ജോബ് ഓഫ് ഹിസ് ചോയ്സ്. ഇഫ് ഹി വർക്ക്സ് ഹാർഡ്, ഇഫ് ഹി വർക്ക്സ് ഹാർഡ് ഹി വിൽ ഷോർലി ഗെറ്റ് ദ ജോബ് ഓഫ് ഹിസ് ചോയ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് വെച്ചിട്ട് നമുക്ക് ഇന്ന് ഈ സെഷനിൽ നമ്മൾ പഠിച്ച 3 ടെൻസ്, ആ 3 ടെൻസിൻ്റെ കൂടെ വരുന്ന വേർബിൻ്റെ ഒരു എന്താണ് പറയുക, നമ്മളൊരു പാറ്റേൺ എന്നല്ല, എങ്ങനെ പറയുക, ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഓക്കെ, ആ ഒരു വേർബിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാവല്ലോ. അപ്പോൾ ഓരോ 3 ടെൻസിൻ്റെയും ആ പാറ്റേൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സെൻറ്റൻസ് നമുക്ക് ചെയ്യാൻ പറ്റണം. ഇഫ് ഹി വിൽ വർക്ക് ഹാർഡ്, ഇഫ് ഹി വിൽ വർക്ക് ഹാർഡ് അല്ല, ഇഫ് ഹി വർക്ക്സ് ഹാർഡ് ഹി വിൽ ഷോർലി ഗെറ്റ് ദ ജോബ് ഓഫ് ഹിസ് ചോയ്സ്. ഇവിടെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് വരുമ്പോൾ, ഇനി ഈ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരികയാണെങ്കിൽ മെയിൻ ക്ലോസിൽ എങ്ങനെയാണ് മാറ്റം വരിക? അതായത് എങ്ങനെ വരിക? ഇഫ് ഹി വർക്ക്ഡ് ഹാർഡ് എന്നായിരുന്നെങ്കിൽ ഇവിടെ ഹി വുഡ് എന്നായനെ, അത് മാത്രമേ വ്യത്യാസം. വില്ലിന് പകരം വുഡ് ആയനെ. ഇനി ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാർഡ് എന്നായിരുന്നെങ്കിലോ, ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാർഡ് എന്നായിരുന്നുവെങ്കിൽ മെയിൻ ക്ലോസിൽ എങ്ങനെ വരിക? ഹി വുഡ് ഹാവ് അല്ലെങ്കിൽ ഹി വുഡ് ഷുവർലി ഹാവ് ഗോട്ട് അല്ലേ, ഗോട്ട് ദ ജോബ് ഓഫ് ഹിസ് ചോയ്സ്. ഹി വുഡ് ഹാവ് ഗോട്ട് ദ ജോബ് ഓഫ് ഹിസ് ചോയ്സ് എന്നായിരുന്നേനെ, അങ്ങനെ വന്നേനെ. ഓക്കെ, ഇവിടെ ഓപ്ഷൻ എയിലാണ് മിസ്റ്റേക്ക്. Before the police will come, you should better get the anticipatory bail. Anticipatory bail എന്ന് പറയുമ്പോൾ മുൻകൂർ ജാമ്യം. ഇവിടെ ബിഫോർ ദ പോലീസ് വിൽ കം എന്ന് പറയുന്ന ഈ ക്ലോസ് ആണ് നമ്മുടെ കണ്ടീഷണൽ ക്ലോസ്. കണ്ടീഷണൽ ക്ലോസിൽ നമുക്ക് വില്ലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. വില്ല് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്യൂച്ചർ ടെൻസ് ആയിപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഓപ്ഷൻ എ അല്ലേ, നമ്മൾ കഴിഞ്ഞ സെൻറ്റൻസിൽ കണ്ടിട്ടുള്ളൂ, കഴിഞ്ഞ ക്വസ്റ്റനിൽ കണ്ടിട്ടുള്ളൂ. 7.
Until the train will not get the signal, it will not leave the platform. Okay, until the train will not get the signal, it will not leave the platform. Okay, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അൺടിൽ എന്ന് പറയുന്ന ഈ ഒരു വേർഡിൻ്റെ യൂസേജിൽ മിസ്റ്റേക്ക് ഉണ്ട്. അൺടിൽ അല്ല, അവിടെ അൺടിൽ എന്ന് പറയുമ്പോൾ ഇന്ന ഒരു സമയം വരെ അല്ല, ഇന്ന ഒരു പെർട്ടിക്കുലർ സമയം അല്ലെങ്കിൽ പോയിന്റ് വരെ എന്നാണ് അൺടിൽ എന്ന് യൂസ് ചെയ്യുക. അൺടിലിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടതാണ് അൺലെസ് എന്നാണ്. അൺലെസ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇന്ന ഒരു പെർട്ടിക്കുലർ കാര്യം നടന്നിട്ടില്ലെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ നടക്കാത്തടത്തോളം എന്നാണ് അൺലെസ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് ഇവിടെ നോക്കുമ്പോൾ അൺലെസ് ദ ട്രെയിൻ വില്ല് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് വില്ല് യൂസ് ചെയ്യാൻ പാടില്ല. വില്ല് നമ്മുടെ കണ്ടീഷണൽ ക്ലോസിൽ വില്ല് യൂസ് ചെയ്യാൻ പാടില്ല. ഇതാണ് കണ്ടീഷണൽ ക്ലോസ് അല്ലേ. വില്ല് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ നോട്ടും ഉപയോഗിക്കാൻ പാടില്ല. അൺലെസ്സിൻ്റെ കൂടെ നോട്ട് ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് പറയാം? അൺലെസ് ദ ട്രെയിൻ ഗെറ്റ്സ് ദ സിഗ്നൽ ഇറ്റ് വിൽ നോട്ട് ലീവ് ദ പ്ലാറ്റ്ഫോം. അതായത് ട്രെയിനിന് സിഗ്നൽ കിട്ടാത്തടത്തോളം കാലം അത് പ്ലാറ്റ്ഫോം വിടില്ല. അപ്പോൾ കിട്ടാത്തടത്തോളം കാലം എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ അൺലെസ് കൊണ്ടുവരുന്നത്, അൺലെസ്സിൻ്റെ മീനിങ്. അപ്പോൾ കിട്ടാത്തിടത്തോളം കാലം എന്ന് പറയുന്ന സാധനം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ഓൾറെഡി അൺലെസ്സിനകത്തൊരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അൺലെസ് എന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും നോട്ട് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ കൂടെ നോട്ട് പ്രയോഗിക്കാൻ പാടില്ല. സോ അൺലെസ് ദ ട്രെയിൻ ഗെറ്റ്സ് ദ സിഗ്നൽ ഇറ്റ് വിൽ നോട്ട് ലീവ് ദ പ്ലാറ്റ്ഫോം എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എവിടെയാണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ. 8. If I had 2 houses, I would have given one to you. ഇവിടെയും ശ്രദ്ധിക്കണം, I would have given one to you എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. അങ്ങനെ വരണമെങ്കിൽ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരണമായിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരണമായിരുന്നു. പക്ഷേ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ല. ഐ ഹാഡ് 2 houses. ഇവിടുത്തെ ഹാഡ് ഓക്സിലറി വേർബ് അല്ല, മെയിൻ വേർബാണ്. ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാവ് ഹാഡ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഐ വുഡ് സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് V1. ഐ വുഡ് ഗിവ് വൺ ടു യു. ഐ വുഡ് ഗിവ് വൺ ടു യു. ഓപ്ഷൻ ബി. 9. If he tried again, he can pass the exam with flying colors. If he tried again, he can pass the exam with flying colors. Okay. ട്രൈഡ് അല്ലേ, ഇഫ് ഹി ട്രൈഡ് അഗെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവൻ ഇനിയും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, അവൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഇനി ശ്രമിച്ചാൽ അല്ലേ. ഇഫ് ഹി ട്രൈഡ് അഗെയിൻ, ശ്രമിച്ചിരുന്നുവെങ്കിലാണ്. ഇഫ് ഹി ട്രൈഡ് അഗെയിൻ, ശ്രമിച്ചിരുന്നുവെങ്കിൽ എന്നാണ്. സിമ്പിൾ പാസ്റ്റ് ആണ് ഇവിടെ ട്രൈഡ്. അതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടത്? ഹി ക്യാൻ അല്ല, കുഡ് വരണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് വുഡ് അല്ലേ, വുഡ് വരേണ്ട സ്ഥലത്ത് നമുക്ക് അതിന് പകരം കുഡെന്ന് യൂസ് ചെയ്യാം, ഷുഡ് യൂസ് ചെയ്യാം, മൈറ്റും യൂസ് ചെയ്യാം അല്ലേ. വില്ല് ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം, അതുപോലെ ഷാൽ യൂസ് ചെയ്യാം. ക്യാന്, ഷാല് ഇതൊക്കെ യൂസ് ചെയ്യാം വില്ലിന് പകരം. കുഡിന് പകരം അല്ലെങ്കിൽ വുഡിന് പകരം കുഡ് യൂസ് ചെയ്യാം, ഷുഡ് യൂസ് ചെയ്യാം, മൈറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഹി കുഡ് പാസ് ദി എക്സാം വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. പാസ്റ്റ് ടെൻസിൻ്റെ ഗ്രൂപ്പിൽ പെടുന്നതാണ് കുഡ്. സോ ഹി കുഡ് പാസ് ദി എക്സാം. ക്യാൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കേണ്ട സാധനമാണ്. കുഡ് എന്ന് പറയുന്നതാണ് പാസ്റ്റ് ടെൻസിൽ അല്ലേ. എപ്പോഴും അങ്ങനെയാണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഐ വിൽ വെയിറ്റ് ഫോർ യു അൺലെസ് യു കം. ഐ വിൽ വെയിറ്റ് ഫോർ യു അൺലെസ്. ഇവിടെ അൺലെസ് അല്ല, ഇവിടെ എന്താ വേണ്ടത് നമുക്ക്? നീ വരുന്നത് വരെ അല്ലേ, നീ വരുന്നത് വരെ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അൺലെസ് അല്ല, ഇവർ അൺടിൽ എന്നാണ്. അൺടിൽ യു കം ആണ്. അൺടിൽ യു കം. ഓപ്ഷൻ ബി. അൺടിൽ യു കം. ഓപ്ഷൻ ബി. 11. If I were the Prime Minister of India, I will work for the welfare of the poor. If I were the Prime Minister of India എന്നാണ്. If I were the Prime Minister of India, അവിടെ വേർ എന്നാണ് യൂസ് ചെയ്യേണ്ടത് നമുക്കറിയാം. കാരണം അത് സാങ്കല്പികമായിട്ടുള്ള കാര്യമാണ്. PM ആവുക എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായിട്ടുള്ള കാര്യമാണ്. സോ ഐ വിൽ വർക്ക് ഫോർ ദ വെൽഫെയർ അല്ല, ഐ വുഡ് വർക്ക് ഫോർ ദ വെൽഫെയർ. ഐ വുഡ് വർക്ക് അല്ലേ, കാരണം ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഐ വുഡ് വർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പൂർ എന്നാണ് വേണ്ടത്. ഓപ്ഷൻ ബി. 12. If I was a millionaire, I would support the Millennium Project. If I was a millionaire, I would support the Millennium Project. I would support അല്ലേ. ഞാനൊരു മില്യണർ അല്ല,
മില്യണർ ആയിരുന്നുവെങ്കിൽ എന്ന് പറയുമ്പോൾ വേർ യൂസ് ചെയ്യണം അല്ലേ. വേർ എ മില്യണർ എന്ന് പറയണമായിരുന്നു. സാങ്കല്പികമായിട്ടുള്ള ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഇഫ് ബോത്ത് ഓഫ് യു സ്റ്റുഡ് ഓൺ ദ ടേബിൾ ഇറ്റ് വുഡ് ഹാവ് ബ്രോക്കൺ. ഇത് നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇഫ് ബോത്ത് ഓഫ് യു സ്റ്റുഡ് ഓൺ ദ ടേബിൾ. എപ്പോഴും നമ്മൾ ഈ മെയിൻ ഇഫ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മാറ്റാതിരിക്കുക പറയുമ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സെൻറ്റൻസിൽ ഇഫ് ബോത്ത് ഓഫ് യു സ്റ്റുഡ് ഓൺ ദ ടേബിൾ ഇറ്റ് വുഡ് ഹാവ് ബ്രോക്കൺ അല്ലേ. അപ്പോൾ അവിടെ ഇഫ് ക്ലോസിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റം വരുത്തിയാലും ഇവിടെ എ പാർട്ടിൽ മാറ്റം വരുത്തിയാലും സി പാർട്ടിൽ മാറ്റം വരുത്തിയാലും നമുക്ക് രണ്ടും കറക്റ്റാണ്. ഇവിടെ ഇഫ് ബോത്ത് ഓഫ് യു സ്റ്റുഡ് ഓൺ ദ ടേബിൾ ഇറ്റ് വുഡ് ബ്രേക്ക് എന്ന് പറയാം. ഇറ്റ് വുഡ് ബ്രേക്ക് അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി അല്ലേ, പ്രോപ്പറായിട്ടുള്ള രീതി. കാരണം ഇഫ് ബോത്ത് ഓഫ് യു സ്റ്റുഡ് ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ബ്രേക്ക് V1. പകരം ഇഫ് ബോത്ത് ഓഫ് യു ഹാഡ് സ്റ്റുഡ് ഓൺ ദ ടേബിൾ എന്നായിരുന്നുവെങ്കിൽ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കറക്റ്റായാണ്. ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ എ കൊടുക്കാം. പക്ഷേ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തൽക്കാലം ഓപ്ഷൻ സി കൊടുക്കാം. പക്ഷേ നമ്മൾ ലോജിക്കലി നോക്കുമ്പോൾ രണ്ടും കറക്റ്റാണല്ലേ. ലോജിക്കലി നോക്കുമ്പോൾ ഏതും നമുക്ക് കൊടുക്കാം. ഓപ്ഷൻ സി. 14. If the government will make strict law, the law and order situation will improve. If the government will make. ഇഫ് ക്ലോസിൽ അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസിൽ നമുക്ക് വില്ല് യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. വില്ല് യൂസ് ചെയ്യാൻ പാടില്ല. ഇഫ് ദ ഗവൺമെൻറ് മേക്സ് സ്ട്രിക്ട് ലോ, വിൽ മേക്ക് എന്ന് പറയാൻ പാടില്ല. ഇഫ് ദ ഗവൺമെൻറ് മേക്സ് സ്ട്രിക്ട് ലോ, ദ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. V1 ഫോം. അപ്പോൾ ഓപ്ഷൻ എ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന മൂന്ന് കണ്ടീഷണൽസിൻ്റെ ബേസിക് പാറ്റേൺ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല അത്രയും ഈസിയുമാണ്. നമുക്ക് പഠിക്കാൻ ആകെ 3 കണ്ടീഷണൽ പ്ലസ് ഒരു എക്സ്ട്രാ ഒരു എക്സെപ്ഷണൽ സീറോ കണ്ടീഷണൽ അല്ലെങ്കിൽ കണ്ടീഷണൽ 0 എന്ന് പറയുന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. I will not come in case it will rain. I will not come in case it will rain. ഇവിടെ ഇൻ കേസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കൊണ്ട് തന്നെ ഇതാണ് കണ്ടീഷൻ ക്ലോസ്. ഇൻ കേസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ അല്ലേ, ഇങ്ങനെ സംഭവിച്ചാൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ എന്ന് പറയുമ്പോൾ ഇത് ഒരു കണ്ടീഷണൽ ക്ലോസ് ഉണ്ടാക്കാനുള്ളൊരു വാക്കാണ്. അല്ലെങ്കിൽ ഇൻ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കണ്ടീഷണൽ ക്ലോസ് ആയി. കണ്ടീഷണൽ ക്ലോസിൽ നമ്മൾ വില്ല് ചേർക്കാൻ പാടില്ല. നമുക്ക് എന്താ യൂസ് ചെയ്യേണ്ടത്? പ്രസന്റ് സിമ്പിൾ ടെൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. ഒന്നെങ്കിൽ പ്രസന്റ് സിമ്പിൾ ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് പാടില്ല. പ്രസന്റ് സിമ്പിൾ ടെൻസ്, പാസ്റ്റ് സിമ്പിൾ ടെൻസ്, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ഈ 3 ടെൻസ് മാത്രമേ പാടുള്ളൂ. സോ ഇൻ കേസ് ഇറ്റ് റെയിൻസ് എന്നേ പറയാൻ പാടുള്ളൂ. ഐ വിൽ നോട്ട് കം ഇൻ കേസ് it rains. Option C. If he had called me up, I would inform you. If he had called me up അല്ലേ. അപ്പോൾ ഇവിടെ മനസ്സിലായി. ഇഫ് he had called me up ആണ്. had എന്ന് പറയുന്ന ഓക്സിലറി വേർബ് ഉണ്ട്, called എന്ന് പറയുന്ന മെയിൻ വേർബ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ എന്താ വേണ്ടത്? ഐ വുഡ് ഇൻഫോം ഹിം അല്ല, ഐ വുഡ് ഹാവ് ഇൻഫോംഡ് ഹിം അല്ലേ. ഐ വുഡ് ഹാവ് ഇൻഫോംഡ്, കാരണം സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്നാണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എവിടെയാണ്? ഓപ്ഷൻ ബി. ഓക്കെ. 17. Unless I do not see his ticket, I will not let him sit here. Unless I do not see his ticket, I will not let him sit here. ഓക്കെ, നമുക്കറിയാം അൺലെസ്സിൻ്റെ കൂടെ നോട്ട് യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പോൾ അൺലെസ് ഐ സീ ഹിസ് ടിക്കറ്റ്, unless I see his ticket, I will not let him sit here എന്ന്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു അൺലെസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുമ്പോൾ ഇന്ന ഒരു സാധനം, പെർട്ടിക്കുലർ സാധനം ഞാൻ ചെയ്യാത്തടത്തോളം അല്ലെങ്കിൽ ഇന്ന പ്രവൃത്തി നടക്കാത്തടത്തോളം അല്ലേ. അപ്പോൾ ടിക്കറ്റ് ഞാൻ കാണാത്തടത്തോളം കാലം ഞാൻ അവനെ ഇരുത്തില്ല.
ഇരുത്താൻ അല്ലെങ്കിൽ ഇരിക്കാൻ അനുവദിക്കില്ല അല്ലേ. സോ ഓപ്ഷൻ എ. സപ്പോസ് ഷീ ഡസ് നോട്ട് അഗ്രി വാട്ട് കുഡ് വി ഡു. സപ്പോസ് നമുക്ക് അതിന് പകരം ഇഫ് എന്നും യൂസ് ചെയ്യാം അല്ലേ, രണ്ടും ഒരേ സാധനമാണ്. ഇഫ് എന്നും യൂസ് ചെയ്യാം, സപ്പോസ് യൂസ് ചെയ്യാം. സോ സപ്പോസ് ഷീ ഡസ് നോട്ട് അഗ്രി. ഡസ് പ്ലസ് V1. ഡസ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം അത് പ്രസന്റ് ടെൻസ് ആണ്, പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ് അല്ലേ. ഡസ് നോട്ട് അഗ്രി. അങ്ങനെ വരുമ്പോൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ക്യാൻ ആണ് യൂസ് ചെയ്യേണ്ടത്. വാട്ട് ക്യാൻ വി ഡു. ഓപ്ഷൻ ബി അല്ലേ. 19. If we will heat dry ice, it turns to vapor. If we will heat dry ice, it turns to vapor. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കറിയാം. ഇഫ് വി വിൽ ഹീറ്റ് എന്ന് പറയാൻ പാടില്ല, ഇഫ് വി ഹീറ്റ് അല്ലേ. ഇഫ് വി ഹീറ്റ് ഡ്രൈ ഐസ്, നമുക്ക് ഇഫിൻ്റെ കൂടെ ഒരിക്കലും ഇഫിൻ്റെ ഓക്കെ കണ്ടീഷണൽ ക്ലോസ് ഒരിക്കലും വില്ല് ഇറക്കാൻ പാടില്ല അല്ലേ. അതുപോലെ തന്നെ ഇഫ് വി ഹീറ്റ് ഡ്രൈ ഐസ് എന്ന് പറയുമ്പോൾ ഇതൊരു പിന്നെ എന്താണ് ഒരു യൂണിവേഴ്സൽ ഫാക്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്താണ്, യൂണിവേഴ്സൽ ഫാക്റ്റാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് വേണം? ഇറ്റ് ടേൺസ് ടു വേപ്പർ എന്ന് തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സീറോ കണ്ടീഷൻ അല്ലേ, സീറോ കണ്ടീഷണലാണ്. ഇറ്റ് ഈസ് സീറോ കണ്ടീഷണൽ. അപ്പോൾ സീറോ കണ്ടീഷനിലാവുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് തന്നെ നമ്മൾ മെയിൻ ക്ലോസിലും യൂസ് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ ഇഫ് വി ഹീറ്റ് ഡ്രൈ ഐസ് ഇറ്റ് ടേൺസ് ടു വേപ്പർ ആണ്, അല്ലാതെ ഇറ്റ് വിൽ ടേൺ ടു വേപ്പർ എന്ന് പറയാൻ പാടില്ല. Unless he will not understand the concept, he will not be able to solve the questions. Unless he will not understand the concept. Unless not യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ. സോ unless he, അതുപോലെ വില്ലും യൂസ് ചെയ്യാൻ പാടില്ല. Unless he understands the concept. He will not be able to solve the questions. എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാകാത്തിടത്തോളം കാലം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. 21. But for his help, the patient would have died. ഈ ബട്ട് ഫോർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? വിത്തൗട്ട് എന്നർത്ഥം. ബട്ട് ഫോർ മീൻസ് വിത്തൗട്ട്. സോ വിത്തൗട്ട് ഹിസ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ദ പേഷ്യൻറ്റ് വുഡ് ഹാവ് ഡൈഡ്. അത് മിസ്റ്റേക്ക് ഒന്നുമില്ല, നോ എറർ ആണ്, നോ എറർ. ഓപ്ഷൻ ഹാഡ് ദ റിവർ ഓവർഫ്ലോൺ ഇറ്റ്സ് ബാങ്ക് ഫ്ലഡ് വുഡ് ഹാവ് കം. ഹാഡ് ദ റിവർ ഓവർഫ്ലോൺ ഇറ്റ്സ് ബാങ്ക് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫ്ലോ എന്ന് പറയുന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഫ്ലൂവും ഫ്ലോണൊന്നുമല്ല, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫ്ലോഡാണ്, ഫ്ലോഡ്. അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഫ്ലോഡ് തന്നെയാണ്. ദ റിവർ ഫ്ലോഡ് അല്ലേ, ദ റിവർ ഫ്ലോഡ് ത്രൂ ഇറ്റ് അല്ല, ഫ്ലോഡ് തന്നെ പറയേണ്ടി വരും. ഫ്ലോൺ എന്ന് പറയുന്ന സാധനം FLY എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ഫ്ലൈ, ഫ്ലൂ, അതുപോലെ ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ, ഇതാണ് സാധനം. പക്ഷെ ഇവിടെ നദി കവിഞ്ഞൊഴുകി അല്ലെങ്കിൽ ഓവർ ഫ്ലോ എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഓവർ ഫ്ലോ എന്നല്ല യൂസ് ചെയ്യേണ്ടത്, ഓവർ ഫ്ലോഡ് എന്ന് നമ്മൾ പറയാം. ഓവർ ഫ്ലോഡ്. ഹാഡ് ദ റിവർ ഓവർഫ്ലോഡ് ഇറ്റ്സ് ബാങ്ക് ഫ്ലഡ് വുഡ് ഹാവ് കം. 23. Had I known him, I would allow him to enter my house. Had I known him. അപ്പോൾ ഇതൊരു കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇത് കണ്ടീഷണൽ ക്ലോസ് ആണ്. കാരണം ഹാഡ് ഐ നോൺ ഹിം എന്ന് പറയുമ്പോൾ എനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ അല്ലേ, അവനെ എനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന സാധനമാണ് ഹാഡ് ഐ നോൺ ഹിം. പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ മെയിൻ ക്ലോസ് എന്താണ്? സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. ഐ വുഡ് ഹാവ് വേണം, പിന്നെ അലൗഡ് വേണം, അലൗഡ്. ഓപ്ഷൻ ബി. Supposing if he refuses to meet you, what will you do? നമുക്കറിയാം സപ്പോസിങ്ങും ഇഫും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ. സപ്പോസ് അല്ലെങ്കിൽ ഇഫ് ഏതെങ്കിലും ഒന്ന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. I shall take you for a long drive after you will return from the meeting. I shall take you for a long drive. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? will, അതുപോലെ can, may. അതായത് വില്ലിന് പകരം നമ്മൾ കണ്ടീഷണൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, 3 കണ്ടീഷണൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വില്ല് ഉപയോഗിച്ചിട്ടാണ്, വില്ല് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലേ.
അമ്പും വില്ലും അല്ല, വില്ല് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ എല്ലാ മൂന്ന് കേസിലും വില്ലിന് പകരം നമുക്ക് ഒന്നുകിൽ ക്യാൻ യൂസ് ചെയ്യാം, മേ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈറ്റ് അല്ല, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, ഷാലും യൂസ് ചെയ്യാം. ഈ മൂന്ന് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ഈ ഷാൽ എന്ന് പറയുന്ന സാധനം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കട്ടെ, ഐ ഷാൽ ടേക്ക് യു ഫോർ എ ലോങ് ഡ്രൈവ് ആഫ്റ്റർ. പക്ഷേ ഇതെന്താണ്, ഇത് കണ്ടീഷണൽ ക്ലോസ് ആണ്. ഈ കണ്ടീഷണൽ ക്ലോസ് നമുക്കറിയാം വില്ല് യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ. സോ ആഫ്റ്റർ യു റിട്ടേൺ ഫ്രം ദ മീറ്റിംഗ്, ഇവിടെ യു ആയതുകൊണ്ട് റിട്ടേൺ എന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി പാർട്ടിലാണ് മിസ്റ്റേക്ക്. 26 ഐ വിൽ മീറ്റ് ഹിം വെൻ ഹി വിൽ കം. ഐ വിൽ മീറ്റ് ഹിം വെൻ ഹി വിൽ കം അല്ല, ഐ വിൽ മീറ്റ് ഹിം വെൻ ഹി കംസ് അല്ലേ. വെൻ ഹി കംസ് അല്ല, വെൻ ഹി കംസ്. കാരണം ഈ വെൻ എന്ന് പറയുന്ന സാധനം വന്നുകൊണ്ട് തന്നെ ഇതൊരു കണ്ടീഷണൽ ക്ലോസ് ആയി. ദിസ് ഇസ് ദ കണ്ടീഷണൽ ക്ലോസ്. കണ്ടീഷണൽ ക്ലോസിൽ വിൽ യൂസ് ചെയ്യാൻ പാടില്ല. സോ അവൻ വരുമ്പോൾ അല്ലെങ്കിൽ അയാൾ വരുമ്പോൾ ഞാൻ മീറ്റ് ചെയ്യും. 27 ഹാഡ് ഐ റിയലൈസ്ഡ് യുവർ ഹൗസ് വാസ് സച്ച് എ ലോങ് വേ ഓഫ് ഐ വുഡ് ടേക്ക് എ ടാക്സി. ഹാഡ് ഐ റിയലൈസ്ഡ് ആണ് അല്ലേ, ഹാഡ് ഐ റിയലൈസ്ഡ് ആണ്. അപ്പോൾ എന്ത് വേണം, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ ഐ വുഡ് ഹാവ് ടേക്കൺ എ ടാക്സി. ഐ വുഡ് ഹാവ് ടേക്കൺ എ ടാക്സി. ഓപ്ഷൻസ് 28 had you worked hard you will have passed. Had you worked hard you would have passed. will have അല്ല, would have, because had you worked hard എന്ന് പറയുന്നത് past perfect ആണ്. You can scale this high peak provided you will wear the right kind of shoes. അപ്പോൾ if when എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പ്രൊവൈഡഡ് നമുക്ക് യൂസ് ചെയ്യാം. പ്രൊവൈഡഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ക്ലോസിനെ കണ്ടീഷണൽ ക്ലോസ് ആക്കാം. ഈ പ്രൊവൈഡഡ് എന്ന് പറയുമ്പോൾ എന്താർത്ഥം, ഇങ്ങനെ ചെയ്താൽ അല്ലേ, പ്രൊവൈഡഡ് യു. അപ്പോൾ ഇത് കണ്ടീഷണൽ ആയതുകൊണ്ട് നമുക്ക് വില്ല് യൂസ് ചെയ്യാൻ പാടില്ല, വില്ല് നമ്മൾ കട്ട് ചെയ്യണം അല്ലേ, വില്ല് കട്ട് ചെയ്യണം. അപ്പോൾ പ്രൊവൈഡഡ് യു വെയർ ദ റൈറ്റ് കൈൻഡ് ഓഫ് ഷൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ കറക്റ്റ് ഷൂസ് തന്നെ, അതിന് പറ്റിയ റൈറ്റ് ഷൂസ് തന്നെയാണ് ഇടുന്നതെങ്കിൽ നിനക്ക് ഈ ഹൈ പീക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഹൈ പീക്ക് സ്കെയിൽ ചെയ്യാം എന്ന, യു ക്യാൻ സ്കെയിൽ ദിസ് ഹൈ പീക്ക് പ്രൊവൈഡഡ് യു വെയർ ദ റൈറ്റ് കൈൻഡ് ഓഫ് ഷൂസ്. ഓക്കെ, വില്ല് ചേർക്കാൻ പാടില്ല, കണ്ടീഷണൽ ക്ലോസ് ആയതുകൊണ്ട് തന്നെ വില്ല് ചേർക്കാൻ പാടുള്ളതല്ല. ഐ വിൽ വെയിറ്റ് ഫോർ യു അൺലെസ് യു കം. അൺലെസ് യു കം അല്ല, ഇവിടെ എന്താ പറയുക, അൺടിൽ യു കം. ഐ വിൽ വെയിറ്റ് ഫോർ യു അൺലെസ് യു കമ്മിന് വേറെ നമ്മൾ എന്താ പറയുക, അൺടിൽ യു കം എന്നാണ്. അൺടിൽ യു കം. ഐ വിൽ വെയിറ്റ് ഫോർ യു അൺടിൽ യു കം. ഓപ്ഷൻ ബി അല്ലേ, അതായത് നീ വരുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾ വരുന്നത് വരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. 31 if she would have come to me I would have given her the money she needed. I would have given her the money. അതായത് അവൾക്ക് ഉണ്ടായിരുന്ന പണം ഞാൻ കൊടുക്കുമായിരുന്നു. ഐ വുഡ് ഹാവ് ഗിവൺ, സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു പാറ്റേൺ വരണമെങ്കിൽ നമ്മളെ മെയിൻ സ്ട്രക്ചർ, ഈ ഒരു സ്ട്രക്ചർ വരണമെങ്കിൽ, സ്ട്രക്ചർ എന്ന് പറഞ്ഞ വാക്കാണ് നേരത്തെ മുതലേ തപ്പിയെടുക്കുന്നത്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ വരണമെങ്കിൽ നമ്മുടെ കണ്ടീഷണൽ ക്ലോസിൽ വരേണ്ടത് എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് വന്നാൽ മതി. അവിടെ വുഡ് ഹാവ് എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അർത്ഥം മാറിപ്പോവും അല്ലേ. അപ്പോൾ ഇവിടെ ഒറ്റ ഹാഡ് ഇട്ടെടുത്താൽ മതി. ഇഫ് ഷീ ഹാഡ് കം ടു മീ ഐ വുഡ് ഹാവ് ഗിവൺ ഹർ ദ മണി ഷീ നീഡഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ഇട്ടാൽ മതി. പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഓപ്ഷൻ എ. If he drove fast he can reach the station on time. If he drove fast he can reach the station in time അല്ലേ, ഇൻ ടൈം. അവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡ്രോവ് ഫാസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡ്രൈവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. സോ ഹി കുഡ് റീച്ച് ആണ്, ഹി ക്യാൻ റീച്ച് അല്ല, ഓപ്ഷൻ ബി അല്ലേ. 31 if she would have worked hard she would have passed. If she would have worked hard, അവിടെ would have worked hardൻ്റെ ആവശ്യമില്ല, she would have passed എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ if she had worked out അല്ലേ, if she had worked hard എന്ന് മാത്രമേ വരാൻ പാടുള്ളൂ. കാരണം കണ്ടീഷണൽ ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അതുപോലെ പാസ്റ്റ് സിമ്പിളും പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. വുഡ് ഹാവ് ഒന്നും വരാൻ പാടില്ല അല്ലേ. അപ്പോൾ if she had worked hard she would have passed. She would have
Past. Option B. If you had seen me, you should have stopped your car and come to help me. If you had seen me, you should have stopped your car and come to help me. You should have stopped your car. അപ്പോൾ ഇവിടെ എന്താണ്? If you had seen me. അല്ല, if you had seen me. ഇവിടെ past perfect ആണ്. Past perfect ആണ്. You should have stopped your car. നമ്മൾ ഈ ഷുഡിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്? നമ്മൾ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്? വുഡ് ഉണ്ട്, കുഡ് ഉണ്ട്, അല്ലെ, മൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ 4 എണ്ണം, ഈ ഷുഡ്, വുഡ്, കുഡ്, മൈറ്റ്, ഈ 4 എണ്ണം നമുക്ക് ഉപയോഗിക്കാം. 4ൽ ഏത് ഉപയോഗിച്ചാലും ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്. പക്ഷേ ഇത് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? അതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ടാണ്. കാരണം ഇതിൽ 4 ഉപയോഗിച്ചാലും 4 അർത്ഥമാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇഫ് യു ഹാഡ് സീൻ മീ യു ഷുഡ് ഹാവ് സ്റ്റോപ്പ് യുവർ കാർ ആൻഡ് കം ടു ഹെൽപ്പ് മീ എന്ന് പറയുന്നത് നോ എററാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പക്ഷെ നമുക്ക് ഓരോ കേസിൽ എങ്ങനെ അർത്ഥം വരും നോക്കാം. ഇഫ് യു ഹാഡ് സീൻ മീ എന്ന് വെച്ചാൽ നീ എന്നെ കണ്ടിരുന്നുവെങ്കിൽ കാർ സ്റ്റോപ്പ് ചെയ്തിട്ട് വന്ന് കാണണമായിരുന്നു, ഹെൽപ്പ് ചെയ്യണമായിരുന്നു, അല്ലെ, ഹെൽപ്പ് ചെയ്യാൻ വരണമായിരുന്നു പറയുന്നത്. അപ്പോൾ അവിടെ യു ഷുഡ് ഹാവ് സ്റ്റോപ്പ്, നീ അത് ചെയ്യണമായിരുന്നു. യു ഷുഡ് ഹാവ് സ്റ്റോപ്പ് യുവർ കാർ, നീ അത് ചെയ്യണമായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. യു വുഡ് ഹാവ് കം, യു വുഡ് ഹാവ് സ്റ്റോപ്ഡ് എന്നായിരുന്നെങ്കിൽ നീ അത് ചെയ്യുമായിരുന്നു അർത്ഥം, അല്ലേ? നീ അത് ചെയ്യുമായിരുന്നു, നീ അത് കാർ സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരുമായിരുന്നു എന്ന് ഉദ്ദേശിക്കുന്നത്. യു വുഡ് ഹാവ് സ്റ്റോപ്ഡ് യുവർ കാർ ആൻഡ് കം ടു ഹെൽപ്പ് മീ, അല്ലേ? ഇനി കുഡ് ആയിരുന്നെങ്കിലോ? കുഡ് എന്നായിരുന്നുവെങ്കിൽ യു കുഡ് ഹാവ് സ്റ്റോപ്ഡ് യുവർ കാർ ആൻഡ് കം ടു ഹെൽപ്പ് മീ. നിനക്കത് ചെയ്യാമായിരുന്നു, നിനക്ക് യു കുഡ് ഹാവ് സ്റ്റോപ്പ്, അല്ലേ? നിനക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ നീ ചെയ്യാമായിരുന്നു ഉദ്ദേശിക്കുന്നത്. യു കുഡ് ഹാവ് സ്റ്റോപ്പ്. ഈ മൈറ്റ് ആയിരുന്നെങ്കിലോ? യു മൈറ്റ് ഹാവ് സ്റ്റോപ്പ് ആയിരുന്നെങ്കിൽ നീ ചെയ്യുമായിരുന്നു എന്നാണ് യു മൈറ്റ് ഹാവ് സ്റ്റോപ്ഡ് യുവർ കാർ, അല്ലേ? അപ്പോൾ അത് 4ലും 4 അർത്ഥമാണ്. യു ഷുഡ് ഹാവിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇവിടെ അതാണ് ഷുഡാണ് ഉപയോഗിക്കേണ്ടത്. കാരണം നീ അത് ചെയ്യണമായിരുന്നു പറഞ്ഞു. നീ കാർ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണമായിരുന്നു, വന്ന് ഹെൽപ്പ് ചെയ്യണമായിരുന്നു ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷുഡ് ഹാവ് സ്റ്റോപ്ഡ് യുവർ കാർ കറക്റ്റാണ്. 35. ബട്ട് ഫോർ ഹിസ് പ്രോംപ്റ്റ് ആക്ഷൻ many people would have lost their savings. But for his prompt action, many people would have lost their savings. Okay. Would have lost. ഒരുപാട് പേർക്ക് അവരുടെ സേവിങ്സ് നഷ്ടമായേനെ, അല്ലേ? ബട്ട് ഫോർ എന്ന് പറയുമ്പോൾ വിത്തൗട്ട് നടത്തും, നമുക്കറിയാം. വിത്തൗട്ട് ദിസ് പ്രോംപ്റ്റ് ആക്ഷൻ, അല്ലേ? മെനി പീപ്പിൾ വുഡ് ഹാവ് ലോസ്റ്റ് ദിയർ സേവിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റാണ്, മിസ്റ്റേക്ക് ഒന്നുമില്ല. നോ എററാണ്. ഓപ്ഷൻ ഡി. ഓക്കെ. യു വിൽ നോട്ട് ഗെറ്റ് വെൽ അൺലെസ് യു വിൽ നോട്ട് ഫോളോ ദ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻ. അൺലെസിൻ്റെ കൂടെ നോട്ട് യൂസ് ചെയ്യാൻ പാടില്ല, അല്ലേ? നോട്ട് കട്ട് ചെയ്യാം. അൺലെസ് യു വില്ലും പാടില്ല. അൺലെസ് യു ഫോളോ ദ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻ. യു വിൽ നോട്ട് ഗെറ്റ് വെൽ അൺലെസ് യു ഫോളോ ദ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാത്തടത്തോളം കാലം നിനക്ക് നിൻ്റെ അസുഖം നല്ലതാവില്ല. 37. വെൻ യു കംപ്ലീറ്റ് യുവർ സർവീസ് you will be retired on pension. When you complete your service, you complete എന്നാണ്, when ആണ് അത്. ഇത് നമ്മുടെ കണ്ടീഷൻ ക്ലോസ് ആണ്. കംപ്ലീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രസൻറ്റ് സിമ്പിളാണ്. യു വിൽ ബി റിട്ടയർഡ് ഓൺ പെൻഷൻ. യു വിൽ ബി റിട്ടയർഡ് ഓൺ പെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ പ്രോബ്ലം ഒന്നുമില്ല, ഇവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. വേർ she will not allow you to go anywhere at this time of crisis. Okay, അപ്പോൾ where she എന്നുവെച്ചാൽ അവൾ എൻ്റെ സ്ഥാനത്തായിരുന്നു, അല്ലേ? where she എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ she will not allow, എൻ്റെ സ്ഥാനത്ത് അവളായിരുന്നുവെങ്കിൽ, അല്ലേ? അവൾ എന്നെ എവിടെയും പോകാൻ അനുവദിക്കില്ലായിരുന്നു. വേർ ഷീ എന്ന് പറയുമ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് സിമ്പിൾ ടെൻസ്. അപ്പോൾ എന്താ? ഷീ വുഡ് നോട്ട് അലൗ യു ടു ഗോ എനിവെയർ എന്ന് പറയാം. ഷീ വുഡ് നോട്ട് അലൗ. ഓപ്ഷൻ ബി. ഐ ടോൾഡ് ഹർ വെൻ ഷീ കെയിം ടു ഡൽഹി ഐ വുഡ് ഷോ ഹർ ഓൾ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ്. ഇവിടെ ഒരു ദാറ്റ് ഇട്ടാൽ മതി. ഐ ടോൾഡ് ഹർ ദാറ്റ് വെൻ ഷീ കെയിം ടു ഡൽഹി ഐ വുഡ് ഷോ ഹർ ഓൾ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ്. വെൻ ഐ വിൽ ഗെറ്റ് ബാക്ക് ഐ ഷാൽ പേ ബാക്ക് ദ മണി ദാറ്റ് ഐ ബോറോഡ് ഫ്രം യു ലാസ്റ്റ് മന്ത്. ഓക്കെ, വെൻ ഐ വിൽ കം ബാക്ക് എന്ന് പറയുന്നത് തെറ്റാണല്ലേ, വില്ല് പാടില്ല. സോ വെൻ ഐ ഗെറ്റ് ബാക്ക്. ഓപ്ഷൻ എ.
ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, റൈറ്റ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കുക. കണ്ടീഷണൽ സെൻറ്റൻസ്, ആ 3 കണ്ടീഷൻസ് മാത്രം പഠിച്ചാൽ മതി. കണ്ടീഷണൽ പ്ലസ് ഒരു 0 കണ്ടീഷനും കൂടെ, അത് മാത്രം നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അപ്പോൾ അത് മിസ്സാക്കാതിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ കമൻസിൽ പറയുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഇന്ന് 4:30 സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, മറക്കാതിരിക്കുക.